എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു പനീർ മട്ടർ കറി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. അപ്പോൾ എന്തെല്ലാം വേണ്ടത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 5-6 വെളുത്തുള്ളിയും പിന്നെ 2 പച്ചമുളക് ചുവന്ന മുളക് എടുത്ത, കാരണം കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 തക്കാളി, അത് നല്ല പഴുത്തത് നോക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, എല്ലാം കൂടി നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അത് അരച്ചിട്ടുണ്ട്, അതൊരു ഭാഗത്തിരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് 2 എന്നുള്ളത് 4-6 എടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ കൂടുന്നതിനനുസരിച്ച് കറീൻ്റെ മുകളിൽ നല്ല എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. എൻ്റെ കറിക്ക് അങ്ങനെ തെളിഞ്ഞ് വരില്ല. അപ്പം ഞാൻ ഒരു ബേലീഫ് നല്ലോണം ഇങ്ങനെ നുള്ളി പറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നുള്ളി പറിച്ചിടുന്ന ഇല്ലെങ്കിൽ അങ്ങനെ ഒന്നായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറി ഇളക്കുമ്പോൾ മേലോട്ട് തെറിക്കുന്ന പോലെ ഉണ്ടാവും. ഇനി ബേലീഫ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നല്ലോണം മൊരിയുമ്പോൾ ഒരു വലിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകട്ടെ. ഒരുവിധം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ഹീപ്ഡ് ടീസ്പൂൺ നല്ലോണം നിറയെ 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടലമാവ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. ഇനി കാശ്മീരി ചില്ലി മുഴുവനായിട്ട് ഉള്ളെങ്കിൽ ആ അരക്കുന്ന കൂട്ടത്തിൽ അരച്ചിട്ടും കൂടി ചേർത്ത് കൊടുക്കുക. എന്നാൽ കളറ് നല്ല റെഡ് കളറ് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. എൻ്റെ കയ്യിൽ കാശ്മീരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം വെള്ളം വറ്റുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം വറ്റിച്ചെടുക്കണം. ഈ വെള്ളം മൊത്തം, തക്കാളിയിലുള്ള വെള്ളം മൊത്തം വറ്റുന്നേരം ആ ഇഞ്ചീൻ്റെയും പിന്നെ വെളുത്തുള്ളീൻ്റെ എല്ലാം ഈ ഒരു പച്ചമണമെല്ലാം പോയി കിട്ടുള്ളൂ. അത് നല്ലോണം വറ്റി വരട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അടുത്തുനിന്ന് എങ്ങോട്ടും തെറ്റാണ്ട് ഇളക്കണേ. നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. കണ്ട ഏകദേശം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. കണ്ട എണ്ണ കുറച്ചുകൂടി ഉണ്ടെങ്കിൽ ഇതിലിങ്ങനെ തെളിഞ്ഞ് കാണും ഈ സമയത്ത്. പക്ഷെ ഞാൻ എണ്ണ അധികം ചേർക്കാത്തതുകൊണ്ട് ഇല്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പട്ടാണി, പച്ചപ്പട്ടാണി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ തലേന്ന് പുതിർത്ത് വെച്ചിട്ട് വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ കാരണം അധികം നേരം തിളപ്പിക്കാത്തതുകൊണ്ട് തന്നെ പച്ചപ്പട്ടാണി ആയതുകൊണ്ട് അത്രയേ വേവുണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇനി ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് അത്രയേ വേവുണ്ടോ. അപ്പോഴത്തേക്ക് ഇത് വെന്തോളും. നല്ലോണം ഒന്ന് മൂടി വെച്ചേക്കാം ഒരു 3-4 മിനിറ്റ്. അപ്പോഴത്തേക്ക് അത് വേവും. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി അടിയിലൊന്നും പിടിച്ചിട്ടില്ലല്ലോ എന്നുള്ളതൊന്ന് നോക്കണേ. പിന്നെ ഇനി ഇത് ലോ ഫ്ലെയിമിലാണേ ഇടാവൂ. പട്ടാണി വെന്ത് ഇനി നമുക്കിതിലേക്ക് നമ്മളെ പനീർ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് പനീറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇതും അതുപോലെ തന്നെ ഇതിലുള്ള ഉപ്പും എരിവും പുളിപ്പും എല്ലാം ഈ പനീറിൻ്റെ അകത്തൊന്ന് പിടിക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിലാണേ നമ്മളെ കറി ഏകദേശം ആയിക്കഴിഞ്ഞിന്. അപ്പം കുറച്ച് നേരം ലോ ഫ്ലെയിമിലവിടെ വെക്കുക. അപ്പോൾ ആ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. നമുക്ക് മല്ലിയില കുറച്ച് കൂടുതലിട്ടാൽ അതിൻ്റെ ഒരു നല്ലൊരു മണവും കൂടിയായിരിക്കും. ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് കണ്ട മെല്ലെ ഇങ്ങനെ ഒന്ന് മിണ്ടി തിളക്കുന്ന അത്രയും വേണ്ടു. കഴിഞ്ഞു.
ഈ സമയത്ത് ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ട, ഞാൻ ഈ ചുവന്ന മുളകെല്ലാം ചേർത്തുകൊണ്ട് നല്ല കളറില്ലേ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. താങ്ക് യു.